ക്രിസ്തു തത്വശാസ്ത്രം സംബന്ധിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് യേശു ക്രിസ്തു സൃഷ്ടിതാവ് എന്നുള്ള വിഷയമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു സൃഷ്ടിതാവാണ് എന്ന് ബൈബിൾ പറയുന്നു. വിശുദ്ധ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് സൃഷ്ടാവ് എന്നുള്ള പ്രയോഗം പ്രത്യേകം എടുത്ത് പറയുന്നത്. അവൻ സകലത്തിനും സൃഷ്ടാവ് എന്ന് നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആദ്യത്തെ താള് വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. യഹോവയായ ദൈവത്തെയാണ് സൃഷ്ടിതാവ് എന്ന നിലയിൽ ആ വാക്യത്തിൽ പറയുന്നത്. എന്നാൽ ആ വാക്യം നമ്മൾ വായിച്ചു താഴ്ത്തു വരുമ്പോൾ ആ സൃഷ്ടിയുടെ കർമ്മമെല്ലാം പറയുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഉണ്ടായി എന്ന് വായിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചത് തന്റെ വചനം കൊണ്ടാണ്. വചനം എന്നതിന് ലോഗോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗോസ് എന്ന വാക്കിന് കേവലം സംസാരിക്കപ്പെട്ട വചനം എന്നല്ല, നിത്യവചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം എന്നുള്ള അർത്ഥമാണ്. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അതിന്റെ 1-ാം അധ്യായം അതായത് സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനാലും അവന് വേണ്ടിയുമാണ് ഇതിനെയെല്ലാം ഉളവാക്കിയത്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ച സകലതും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി സൃഷ്ടിക്കുകയും അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും കാരണഭൂതൻ, അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവന് എന്നേക്കും മഹത്വം ആമീൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് പിതാവായ ദൈവം സൃഷ്ടികർമ്മം തികച്ചു എന്നാണ് വായിക്കുന്നത്. യഹോവ പണ്ടേ തന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കിയെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ജ്ഞാനത്തെയാണ് അവിടെ പ്രതിദാനം ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം ആരംഭിക്കുന്ന തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിട്ട് ആ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയാണ്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യാതൊന്നിനെ വചനം ആയി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുവോ ആ വചനം കൊണ്ടാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, സകലവും അവൻ മുഖാന്തരവും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ആ വചനമായ ക്രിസ്തു ആണ് പിന്നീട് ജഡം ധരിച്ച് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിതാവാണോ എന്ന് ചോദിച്ചാൽ അവൻ ദൈവമായതുകൊണ്ട് പിതാവായ ദൈവത്തോടു കൂടെ സകല സൃഷ്ടിയുടെയും കാരണഭൂതനാണ് കർത്താവായ യേശു. സകലത്തെയും സൃഷ്ടിച്ചത് അവനാണ്. എബ്രായത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ പറയാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ദൈവസിംഹാസന വലതുഭാഗത്തിരിക്കുകയും ചെയ്തുവെന്ന്. അവൻ സകലത്തെയും സൃഷ്ടിച്ചു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനാണ് സകലത്തിനും കാരണഭൂതനായവൻ. അങ്ങനെയാണെങ്കിൽ അവൻ സർവശക്തിയുള്ള ദൈവം തന്നെയാണ് എന്നാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കും അവന്റെ വിരലുകളുടെ മണിയായ ആകാശത്തെക്കുറിച്ച്, അവന്റെ കൈപ്പണിയായ പ്രപഞ്ചത്തെക്കുറിച്ച്. പ്രവൃത്തികളുടെ പുസ്തകം 17 അപ്പോസ്തലനായ പൗലോസ് അഥേനരോട് സംസാരിക്കുമ്പോൾ
അവൻ സകലത്തിന്റെയും ശില്പിയാണ് എന്ന് തീർത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ വചനഭാഗങ്ങളെല്ലാം ക്രിസ്തു സൃഷ്ടിതാവ് ആണ് എന്ന് നമ്മോട് പറയുന്നു.